ഇറാൻ ഒരു 24 മണിക്കൂറത്തെ അന്ത്യശാസനം നൽകിയിരുന്നു ട്രംപ്. പിന്നീട് കേൾക്കുന്ന വാർത്ത എന്ന് പറയുന്നത് ട്രംപിനെ നെതന്യാഹു ഇസ്രായേൽ പ്രധാനമന്ത്രി വിളിക്കുന്നു, അത് ഇപ്പോൾ തന്നെ എടുത്തുചാടി ചെയ്യരുത് എന്ന് പറയുന്നു. ഇതിനിടയിൽ മറ്റൊരു വാർത്ത വരുന്നുണ്ട്. ഗ്രീസിൽ നെതന്യാഹു ഗ്രീസിലേക്ക് കടന്നു, അതായത് അദ്ദേഹത്തിൻ്റെ എയർക്രാഫ്റ്റ് വിങ് ഓഫ് സയൻ ഗ്രീസിലേക്ക് പോയതായിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ എന്താണ് ഇവിടെ നടക്കുന്ന പൊളിറ്റിക്സ്, ജിയോ പൊളിറ്റിക്സിൽ എന്താണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റം? പ്രക്ഷോഭം ഏതാണ്ട് അവസാനിക്കുന്നു എന്നുള്ള വാർത്തകൾ മലയാളം മീഡിയകൾ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. മലയാളം മീഡിയകളിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിട്ടുള്ള വാർത്തകൾ മുഴുവൻ വളച്ചൊടിച്ച് ഡിസ്റ്റോർട്ട് ചെയ്ത് അവരുടേതായ വ്യാഖ്യാനത്തോടു കൂടിയാണ് അവർ പ്രസിദ്ധീകരിക്കുന്നത്. ഇപ്പോൾ പ്രസിഡൻറ്റ് ട്രംപ് ഇറാൻ അന്ത്യശാസനം നൽകി എന്നുള്ളത് ശരിയാണ്, നമ്മളെല്ലാ ചാനലുകളിലും കണ്ടു. അത് ഈ CNN അതല്ലെങ്കിൽ ഈ NDTV അവരൊക്കെ കാണിച്ചിരുന്നു അത്. പക്ഷേ ഇറാൻ അങ്ങനെ അന്ത്യശാസനം നൽകിയതായോ തിരിച്ചടിക്കുന്നു പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയതായിട്ടോ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ മലയാളം മാധ്യമങ്ങൾ പറയുന്നത് അവിടെ നിന്ന് ഇറാൻ നേരെ തിരിച്ച് അങ്ങനെയൊന്നും ഭയപ്പെടുത്താൻ നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞു എന്നാണ് അവർ പറഞ്ഞത്. നടന്നത് എന്താന്ന് വെച്ചാൽ ഈ വെനിസ്വേലൻ പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുവന്ന പോലെ അൽ ഖമീനിയെ തട്ടിക്കൊണ്ടുവരാനുള്ള പ്ലാനാണ് അമേരിക്കയ്ക്ക് ഉണ്ടായിരുന്നത്. അത് അവർ തൽക്കാലം നിർത്തിവെച്ചിട്ടുണ്ട്. കാരണം അവരൊരു അഷുറൻസ് കൊടുത്തിട്ടുണ്ട്. ഏതാണ്ട് 4000-ഓളം തടവുകാരെ വെടിവെച്ച് കൊല്ലാനായിട്ട് ഇറാനിയൻ പട്ടാളം ഓർഡർ ചെയ്തിരുന്നു. ആ വധശിക്ഷ ഞങ്ങൾ നടപ്പിലാക്കില്ല എന്ന് ഇറാനിയൻ ഗവൺമെൻറ് അമേരിക്കൻ ഗവൺമെൻറ്റിനോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത് നാച്ചുറലി. അപ്പോൾ അതുകൊണ്ടാണ് അവർ ഇപ്പം തൽക്കാലം എന്താ പറയണേ, ഇയാളെ ഇങ്ങോട്ടേക്ക് തട്ടിക്കൊണ്ട് വരണില്ല എന്ന് പറഞ്ഞത്. പിന്നെ അത് മാത്രമല്ല, അവർ ദേ ആർ ബിസി. ഈ വെനിസ്വേലയിലെ പ്രശ്നം പരിഹരിക്കണമല്ലോ അവർക്ക്. ആ വെനിസ്വേല ഇപ്പം പുതിയ പ്രസിഡന്റ് പറയണത് ഞങ്ങൾ അമേരിക്കൻ പ്രസിഡന്റ് പറയണ പോലെ കേൾക്കുള്ളൂ എന്നാണ് പറയണത്. അതിൻ്റെ വേറൊരു വകഭേദമാണ് ഇറാനിൽ നടക്കണം. ഇറാൻ അറിയാം, കാരണം അമേരിക്കയോട് ഏറ്റുമുട്ടിയിട്ടുണ്ടെങ്കിൽ പൊടി പോലും ഉണ്ടാവില്ല എന്നറിയാം. അവർ ഈ ട്രംപ് നമ്മൾ വിചാരിക്കണ പോലെ ഒരു ശുദ്ധ മണ്ടനൊന്നുമല്ല എന്നൊക്കെ നോക്കി കണ്ട അവർ ഇന്ന് ചിന്തിക്കണൊക്കെ, ഇറാനിയൻസ് ഇന്ന് ചിന്തിക്കണൊക്കെ ട്രംപ് മിനിങ്ങാതെ കണ്ടിട്ടുണ്ടോ ഇവരെന്തൊക്കെയാണ് ചെയ്യാൻ പോണെന്ന്. പിന്നെ ഈ നെതന്യാഹു പ്രസിഡന്റ് ട്രംപുമായിട്ട് സംസാരിക്കുന്നത് ഒരു വലിയ സംഭവമല്ല. മിക്കവാറും ദിവസങ്ങളിൽ അവർ ഫോണിൽ സംസാരിച്ചെന്നും അതല്ലെങ്കിൽ നെതന്യാഹു അമേരിക്കയിൽ പോയി പ്രസിഡന്റിനെ കണ്ടു എന്നുള്ള വാർത്ത നമ്മൾ സ്ഥിരം കാണുന്നുണ്ട്. അവർക്കൊരു വലിയ സൗഹൃദമുണ്ട് അവർക്ക്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഹമസ് അതല്ലെങ്കിൽ ലോകത്തിലെ ഇസ്ലാമിക് തീവ്ര സംഘടനകളെല്ലാം തന്നെ തീരുമാനിച്ചിരിക്കണം ഇസ്രായേലിനെ വകവരുത്തുക, ഒബ്ലിറ്ററേറ്റ് ചെയ്യുക. ഇസ്രായേലിനെ ഭൂപടത്തിൽ നിന്ന് ഇസ്രായേലിനെ ഒബ്ലിറ്ററേറ്റ് ചെയ്യുക. തുടർന്ന് അമേരിക്കയിൽ കൂടുതൽ സൂയിസൈഡ് ബോംബുകൾ ചെയ്ത് അമേരിക്കനെ തകർക്കുക. പിന്നെ മൂന്നാമത്തത് ഇന്ത്യയിലും ഏറ്റവും കൂടുതൽ അപകടങ്ങൾ വരുത്തുക, സ്ഫോടനങ്ങളും തീവ്രവാദ പദ്ധതികളും നടപ്പിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ മാധ്യമങ്ങളുടെ ഒരു പ്രശ്നം, ഇവർ ഒന്ന് ഏജൻസി റിപ്പോർട്ടിനാണ്. അവിടെ റിപ്പോർട്ടർമാരാരുമില്ല. അവർക്ക് ഒരു പത്രത്തിനും റിപ്പോർട്ടർമാരാരുമില്ല, ഇസ്രായേലിലോ അതല്ലെങ്കിൽ ഇറാനിലോ. അവിടെയുള്ള ന്യൂസ് ഏജൻസി ഒരു വലിയ കച്ചവടമാണല്ലോ. ഇപ്പോൾ യൂറോപ്പിലേക്ക് ഉള്ള ന്യൂസ് ഒരു പ്രത്യേക രീതിയിൽ കൊടുക്കും അവർ, അമേരിക്കയിലേക്കുള്ള ന്യൂസ് ഒരു പ്രത്യേക രീതിയിൽ കൊടുക്കും അമേരിക്കയ്ക്ക് അനുകൂലമായിട്ട്. ഇന്ത്യയിലേക്കുള്ള ന്യൂസ് മുഴുവനും ഇസ്രായേലിനെതിരായിട്ടും ഈ ഹമസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടേ കൊടുക്കുകയുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഈ ന്യൂസ് ദാറ്റ് സെൽസ് അത് ആൻറ്റി ഇസ്രായേൽ ന്യൂസും ആൻറ്റി US ന്യൂസുമാണ് അവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരു കാര്യം ഓർമ്മിക്കുന്നു. പണ്ട് ജോർജ് ബുഷ് അമേരിക്കൻ പ്രസിഡൻ്റ് ആയിരുന്നു. അദ്ദേഹം പ്രസിഡൻ്റായി കഴിഞ്ഞിട്ടാണ് അദ്ദേഹം അഫ്ഗാനിസ്ഥാൻ അടിച്ചു പൊളിച്ചതാക്കിയത്. അപ്പോൾ അവിടെ ഒരു തെരഞ്ഞെടുപ്പ് വരികയായിരുന്നു. 4 വർഷം കഴിഞ്ഞു പ്രസിഡൻറ്റിൻ്റെ. 4ാമത്തെ വർഷം അദ്ദേഹം വീണ്ടും പ്രസിഡൻ്റായിട്ട് ഡിക്ലെയർ ചെയ്തപ്പോൾ ഇവിടുത്തെ പത്രങ്ങൾ മുഴുവൻ പറഞ്ഞു അവിടെ ബുഷ് തോക്കും, ബുഷിനോട് ഭയങ്കര വിരോധമാണ് ആൾക്കാർക്ക്. ബുഷ് വൻ ഭൂരിപക്ഷത്തോടു കൂടിയാണ് ജയിച്ചത്. അമേരിക്കൻസിനെ എപ്പോഴും ശക്തനായ ഒരു പ്രസിഡൻറ്റിനെയാണ് അമേരിക്കൻസ് ആഗ്രഹിക്കുന്നത്. അവർ നോക്കിയാൽ മതി, റൊണാൾഡ് റീഗൻ
ഈ ജിമ്മി കാർട്ടറുടെ പ്രസിഡൻഷ്യൽ ഇത് കഴിഞ്ഞിട്ട് റൊണാൾഡ് റീഗനാണ് പ്രസിഡൻ്റ് ആയത്. ജിമ്മി കാർട്ടർ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയും ഒക്കെ തകർത്തു. അയാൾക്ക് ഈ പറഞ്ഞ പോലെ ഇറാനിൽ നിന്നും തിക്ത അനുഭവങ്ങളുണ്ടായി. ഇറാനിലെ അമേരിക്കൻ എംബസി, അവിടുത്തെ വിദ്യാർത്ഥികൾ 400 ദിവസമായിട്ട് കൈവശപ്പെടുത്തിക്കൊണ്ടിരുന്നു. അവസാനം ട്രംപ് പ്രസിഡൻ്റായിട്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് അത് മുഴുവൻ തകർത്തടിച്ച് അവന്മാരൊക്കെ ഓടിച്ച് ഈ നയതന്ത്ര ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടുവന്നത്. 8 വർഷമാണ് ട്രംപ് ഭരിച്ചത്. അമേരിക്കയ്ക്ക് അടുത്ത കാലത്തെ പറ്റി ഏറ്റവും വലിയ മണ്ടത്തരം എന്ന് പറയുന്നത് ഒബാമയെ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്. അതോടുകൂടി പക്ഷേ ഈ നമ്മൾ പറയുന്ന ഡീപ്പ് സ്റ്റേറ്റ് ഉണ്ടല്ലോ അമേരിക്കയിലും, അവർ അയാളെ നിയന്ത്രിച്ചു തരുന്ന കാരണം അവർക്ക് കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പറ്റില്ല. പക്ഷേ ഹി ഹാസ് ഡൺ എ ലോട്ട് ഓഫ് ഡാമേജ്. ഈ ഇറാന് എതിരെ അനുകൂലമായിട്ടുള്ളതും ഇസ്രായേലിനെതിരായിട്ടുള്ളതും അമേരിക്കയ്ക്ക് എതിരായിട്ടുള്ളതുമായ വാർത്തകളാണ് നമ്മുടെ മാധ്യമങ്ങളിൽ. പ്രത്യേകിച്ച് ഒരു എന്താ പറയുക, ഇസ്ലാമിക് തീവ്ര സംഘടനയുടെ ഒരു ചാനലുണ്ട്. ഞാനത് കാണാറില്ല. കാണുമ്പോൾ മുഴുവൻ അടുപ്പൂട്ടി ചർച്ചയിൽ 3 പേര് എന്നിട്ട് എല്ലാവരും അവർ ലോകത്തിൽ ആരെയൊക്കെയാണോ ചീത്ത പറയാനുള്ള അവരെ മുഴുവൻ ചീത്ത പറയും. ഐ വാസ് ഷോക്ക്ഡ്. JR രത്തൻ ടാറ്റ മരിച്ചു കഴിഞ്ഞപ്പോൾ രത്തൻ ടാറ്റേനെ ദുഷ്ടൻ വിളിച്ചവരാണ് അവർ, ഈ ചാനലുകാർ. ലോകത്തിലെ ഒരേ ഒരു ചാനലായിരിക്കും അങ്ങനെ വിളിച്ചിട്ടുണ്ടാവുക. രത്തൻ ടാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യത്വത്തിന് കയ്യും കാലും അല്ലെങ്കിൽ ദയയ്ക്ക് കയ്യും കാലും ഇത് വെച്ചിട്ടുള്ള ആൾക്കാരാണ്. കാസർഗോഡ് രത്തൻ ടാറ്റ കോവിഡിൻ്റെ സമയത്ത് 600 പേർക്ക് കിടക്കാവുന്ന ഒരു ആശുപത്രി പണിത് കൊടുത്തു, ഫ്രീ ആയിട്ട്. അതൊന്നും ഇവിടുത്തെ മാധ്യമങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നില്ല. ഇതാണ് നമ്മുടെ വാർത്താ ലേഖകരുടെ മിടുക്ക്. ഏജൻസി റിപ്പോർട്ട് കിട്ടും. അത് നല്ല റിപ്പോർട്ടാണെങ്കിൽ അത് മോശമായിട്ട്. കാരണം ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഇറാഖിൽ അമേരിക്കൻ പ്രസിഡൻ്റ് അമേരിക്കൻ സൈന്യം ഇടപെട്ട് കഴിഞ്ഞപ്പോൾ അവർ സദാം ഹുസൈനെ വാനോളം പുകഴ്ത്തിക്കൊണ്ടുള്ള സ്റ്റോറികൾ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഏജൻസി റിപ്പോർട്ട് അവരെന്തോ അയച്ചു കൊടുക്കണം, ഇവരെന്തോ മനസ്സിലാക്കി എന്തോ എഴുതി കൊടുക്കണം. ദാറ്റ് ഈസ് ഇറ്റ്. സർ, അത് നമ്മൾ നേരത്തെ പറഞ്ഞ അതിലേക്ക് വരുമ്പോഴേക്കും നമ്മൾ ഇസ്രായേൽ പ്രസിഡന്റും അമേരിക്കൻ പ്രസിഡന്റും തമ്മിൽ വിളിക്കുന്നത് അപൂർവമല്ല എന്ന് സാർ പറയുകയുണ്ടായി. പക്ഷേ ഇറാൻ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഈ 3 രാഷ്ട്രങ്ങൾ തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ ഏറ്റവും അധികം പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അന്ത്യശാസനം നൽകിയിരിക്കുന്ന ഒരു സമയത്ത് ഇതിങ്ങനെ സ്റ്റോപ്പ് ചെയ്യണമെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഇസ്രായേലിൻ്റെ ഒരു പദ്ധതി എന്തായിരിക്കാം? ഇറാൻ ഇനി ഉണ്ടാകുമോ? ഒരു യുദ്ധം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇറാൻ ഇസ്രായേലിന് എന്നും ഭീഷണിയാണ്. അവർ പലവട്ടം പ്രഖ്യാപിച്ചു കഴിഞ്ഞു, ഞങ്ങൾ ഇസ്രായേലിനെ ഇല്ലാതാക്കാനായിട്ടാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അവരവിടെ ഒരു ന്യൂക്ലിയർ പവർ സ്റ്റേഷനുണ്ട്. അവിടെ മുഴുവനും അണ്വായുധങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അവർ. ഇത് മുഴുവനും ഇസ്രായേലിനെതിരെ പ്രയോഗിക്കാനായിട്ടുള്ള അണ്വായുധങ്ങളാണ് അവർ ഉപയോഗിക്കുന്നത്. കൂടി നമ്മുടെ കേരളത്തിൻ്റെ പകുതി പോലും ഉണ്ടോയെന്ന് സംശയമാണ് ഇസ്രായേൽ. പക്ഷേ അവർക്ക് അത് കണ്ടുപിടിക്കാനും നിർവീര്യമാക്കാനായിട്ടുള്ള ടെക്നോളജി അവർക്കുണ്ട്. അവർ സേഫ് ഗാർഡ് ഈ പ്രശ്നം, ഇപ്പോഴത്തെ പ്രശ്നം വരാനുള്ള കാരണം ഇസ്രായേലിലെ ഈ ഹമസ് ഭീകരർ ഇസ്രായേലിൻ്റെ ദയാദാക്ഷിണ്യം മുതലെടുത്തുകൊണ്ടാണ് 2023 ഒക്ടോബർ 7 കുറേ ഒരു ഉത്സവം നടക്കുമ്പോൾ, ഗാനമേള നടക്കുമ്പോൾ അവിടെ നിന്ന് പലരെയും തട്ടിക്കൊണ്ടുപോവുകയും പരസ്യമായിട്ട് എല്ലാ TV ചാനലിലും വാർത്ത വന്നു, ഈ ഇസ്രായേലി വനിതകളെ മാനഭംഗപ്പെടുത്തുന്നതും കുട്ടികളെ കൊല്ലുന്നതൊക്കെ ആയിട്ട്. ഇതൊന്നും നമ്മുടെ ചാനലുകാർ പറഞ്ഞിട്ടില്ല. അതാണ് അവർക്ക് ഏറ്റവും വലിയ ദേഷ്യം വന്ന ഇസ്രായേലിന്. ഇത്രയും വായ്പ നൽകിയിട്ടും കൂടി അവരെന്ത് ചെയ്തു? അവിടുത്തെ ജനങ്ങൾക്ക് കിട്ടേണ്ട പൈസ, അവർക്ക് അരി മേടിക്കാനും മറ്റ് ഭക്ഷണങ്ങൾ അതെല്ലാം മേടിക്കാനുള്ള പൈസ ഉപയോഗിച്ചിട്ട് അവർ ആയുധങ്ങൾ മേടിച്ച് സംഭരിച്ചു. ഈ ഗസയിൽ കണ്ടുമാനം ടണൽസ് കുഴിച്ച് അത് മുഴുവനും അവർ ആയുധം നിർമ്മിച്ചു, തീവ്രവാദികളുടെ ഒളിസങ്കേതമാക്കിയിട്ട് മാറ്റി. അവരെന്നിട്ട് 5 നക്ഷത്ര ഹോട്ടലുകളുടെ സൗകര്യത്തോടു കൂടിയാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഇസ്രായേൽ കുറച്ച് കംപ്ലാസൻസി കാണിച്ചു. അതല്ലെങ്കിൽ ഇസ്രായേലി രഹസ്യ സംഘടന സജീവമായിരുന്നു എന്നുണ്ടെങ്കിൽ ഇവരൊരിക്കലും അനങ്ങില്ലായിരുന്നു അവിടെ നിന്ന്. ഈ സംഭവം കഴിഞ്ഞിട്ട് പ്രസിഡന്റ് ട്രംപും പ്രധാനമന്ത്രി നെതന്യാഹുവും പറഞ്ഞിരിക്കുന്നത് ഹമസ് ഭീകരരോട് ഇവിടെ നിൽക്കണ്ട, നിങ്ങൾ സിറിയയിലേക്ക് പോക്കോ അല്ലെങ്കിൽ ജോർദാനിലേക്ക് പോക്കോ, ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. അവർക്ക് എന്താ പറയുക, സമയം കൊടുത്തിട്ടുണ്ട്. ആ സമയത്തിനൊക്കെ അവർ പോയില്ല. ഇനി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ
എന്താ പറയുക, അവരെ വെറുതെ വിടില്ല അവർ. ഇപ്പോൾ ഗ്രീസിലേക്ക് നെതന്യാഹുവിന്റെ എയർക്രാഫ്റ്റ് പോയി എന്ന് പറയുന്നു. ഇതിന് മുമ്പും ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ ഇറാനുമായുള്ള ഒരു സംഘർഷം വന്ന സമയത്ത് ഇത്തരത്തിൽ പറഞ്ഞതായിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ എല്ലാവരും പ്രത്യേകിച്ച് ഇവിടത്തെയൊക്കെ മീഡിയ പറയുന്നത് പോലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ഒരു ഭീരുവായിട്ട് മാറി. നെവർ, ഒരിക്കലുമില്ല. അദ്ദേഹത്തിന് ഗ്രീസിൽ പോകാൻ അനുമതിയില്ലേ? അദ്ദേഹം ഗ്രീസുമായിട്ട് അദ്ദേഹത്തിന് നല്ല ബന്ധമുണ്ട്, സൗഹാർദ്ദമുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, പല യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ടും അമേരിക്കയുമായിട്ടും ഇസ്രായേലിന് നല്ല ബന്ധമുണ്ട്, ഇന്ത്യ ഉൾപ്പെടെ. അവർ ഇന്ത്യയിലേക്ക് വരാത്ത എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയിൽ ഈ പറഞ്ഞ പോലെ ജമാഅത്തെ ഇസ്ലാമിയും അതുപോലുള്ള പോപ്പുലർ ഫ്രണ്ടൊക്കെ ഉണ്ടെന്നുള്ളവർ അവർക്കറിയാം. അതുകൊണ്ടാണ് അവരിങ്ങോട്ട് വരാത്തത്. അദ്ദേഹം എപ്പോഴെപ്പോഴും വരാത്തത്. പണ്ട് ഇറ്റ്സാഖ് ഷമീറാണ് തോന്നുന്നു, ഏരിയൽ ഷെറോൺ എന്ന് പറഞ്ഞൊരു പ്രധാനമന്ത്രി ഇവിടെ വന്ന് രാവിലെ വന്ന് അദ്ദേഹത്തിന് ഉച്ചയ്ക്ക് തിരിച്ചു പോകേണ്ടി വന്നു. നമ്മുടെ മാർക്സിസ്റ്റ് സഖാക്കളൊക്കെ എയർപോർട്ടിൽ ചെന്ന് മുദ്രാവാക്യം വിളിച്ചു. അദ്ദേഹം കണ്ടില്ല, കാരണം കാണാൻ സമ്മതിച്ചിട്ടില്ല. പക്ഷെ അദ്ദേഹം രാവിലെ വന്ന് ഉച്ചയ്ക്ക് തന്നെ തിരിച്ചു പോയി. ഏരിയൽ ഷെറോൺ നല്ല പ്രധാനമന്ത്രിയായിരുന്നു അദ്ദേഹം. ഇവർക്ക് അത്രമാത്രം ദേഷ്യമുണ്ട്. എന്തിനാന്ന് വെച്ചാൽ ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കുക എന്നുള്ളതിനപ്പുറത്ത് വേറെ ഒന്നുമില്ല അവർക്ക്. വേറൊരു കാര്യം ഓർമ്മയുണ്ടോ തങ്ങൾക്ക്? ഈ ഇസ്രായേലിൽ ഈ ഹമസ് തീവ്രവാദികൾ നടത്തിയ നശീകരണം, അത് റിനോവേറ്റ് ചെയ്യാൻ, റീകൺസ്ട്രക്റ്റ് ചെയ്യാൻ, റീഹാബിലിറ്റ് ചെയ്യാനുമായിട്ട് കണ്ടമാനം ജോലിക്കാരാവശ്യമുണ്ട്. നെതന്യാഹു പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് 100,000 പേരെ ഇന്ത്യയിൽ നിന്ന് വേണം, സാങ്കേതിക വൈദഗ്ധ്യമുള്ളവരെയും സ്കിൽഡ് ആസ് വെൽ as അൺസ്കിൽഡ് ലേബറേഴ്സ് നമുക്ക് വേണം. വി വിൽ ഗിവ് ദം ഗുഡ് സാലറി, നല്ല സാലറി കൊടുക്കും, നല്ല താമസ സൗകര്യമൊക്കെ കൊടുക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവിടെയുള്ള ഒരു CPIയുടെ ഒരു മഫൻ അയാൾ പറഞ്ഞ ഒരൊറ്റ ആളെ പോലും അയക്കരുതെന്നാണ് പറഞ്ഞത്. എന്ത് രാജ്യസ്നേഹമാണിത്, എന്ത് ഇൻ്റർനാഷണലിസം! ഇസ്രായേലിന് സ്വയം പ്രതിരോധിക്കാനായിട്ടുള്ള അവകാശമില്ലെങ്കിൽ പിന്നെ ഇത് എല്ലാ രാജ്യങ്ങളും കൂടി ചേർന്ന് കഴിഞ്ഞിട്ടാണ് ഇസ്രായേലിന് എന്താ പറയുക രാജ്യം കെട്ടിപ്പടുത്തിയതും. അവിടെ ബെൻഗൂറിയൻ എന്ന് പറയുന്ന പ്രധാനമന്ത്രിനെ അവരോധിച്ചതൊക്കെ. അവർക്ക് എന്നും ഇന്ത്യയോട് ഭയങ്കര സ്നേഹമാണ്. നമുക്ക് അത് മനസ്സിലാക്കണം. നമ്മൾ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇന്ത്യയോട് അവർക്ക് വളരെ സ്നേഹമാണ്. കാരണമുണ്ട്, ലോകം മുഴുവൻ ജൂതന്മാരെ ആട്ടിപ്പായിച്ച കാലത്ത് ഇന്ത്യയിലാണ് അവർക്ക് അഭയം നൽകിയതും എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തതും. അപ്പോൾ അങ്ങനെയാണ്ട് ഇവിടെ വരുന്ന വാർത്ത മുഴുവനും ഹിഡൻ അജണ്ടയോടുകൂടി ഇസ്രായേലിനെ മോശപ്പെടുത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്ന വാർത്തകളാണ്. ഇപ്പോഴും ഈ തീവ്രവാദ പ്രവർത്തനം നടക്കുന്നുണ്ട് ഇസ്രായേലിൽ. അവർ കഴിയുന്നതും എന്താ പറയേണ്ടത്, ഒതുങ്ങിക്കൂടി ജീവിക്കണം. നമ്മുടെ മീഡിയയും ഹമസും ഒഫൻസ് ഈസ് ദ ബെസ്റ്റ് വേ ഓഫ് ഡിഫെൻസ് എന്നുള്ള പേരിലാണ് അവർ വർക്ക് ചെയ്യണം മുഴുവനും. ദാറ്റ്സ് ഓൾ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യ ലൈവിന് നിങ്ങളുടെ പിന്തുണ ആവശ്യമാണ്. ഇന്ത്യ ലൈവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ത്യ ലൈവിൻ്റെ ലോഗോയിൽ ക്ലിക്ക് ചെയ്താൽ ചാനലിനുള്ളിലേക്ക് എത്തും. അവിടെ സബ്സ്ക്രൈബ് ബട്ടണുണ്ട്, അത് അമർത്തുക. അതോടൊപ്പം തന്നെ ബെൽ ഐക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരോട് ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. ഒപ്പം തന്നെ ഇന്ത്യ ലൈവിൻ്റെ പുതിയ ആധ്യാത്മിക ചാനലായിട്ടുള്ള പുണ്യം എന്ന ചാനലും, പുണ്യം ബൈ ഇന്ത്യ ലൈവ്, അതുകൂടി സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ കൊളാബ് ചെയ്യുന്ന വീഡിയോകൾ ഇന്ത്യ ലൈവിനകത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും. പുണ്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആധ്യാത്മിക വിഷയങ്ങളിൽ നിങ്ങൾക്ക് തോന്നുന്ന സംശയങ്ങളെല്ലാം തന്നെ അതിൽ നിന്ന് മറുപടിയായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്.